ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. റവ കൊണ്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റാണ്, നല്ല സിമ്പിളുമാണ്. എത്ര കഴിച്ചാലും കൊതി തീരില്ല, വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ലപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1.25 കപ്പ് അളവിലാണ് റവ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു റവയുടെ കണക്കനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എത്രയാണോ റവ എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ കണക്കാക്കി എടുക്കാനായിട്ട്. ഈ പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 4 ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ റവ നെയ്യിലൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം. ഒരുപാട് കളർ ചേഞ്ച് ആവുന്നവരെ വറുക്കരുത്. നെയ്യുമായി ഈ ഒരു റവ നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നെയ്യിൽ കിടന്ന് ആ ഒരു റവ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു നല്ല മണമൊക്കെ വരും. അതുവരേക്കും നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഏകദേശം 1 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഈ പലഹാരം നല്ലൊരു മധുരത്തിൻ്റെ പലഹാരം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഈ ഒരു റവ ഇട്ട് കൊടുത്ത അതേ കപ്പ് അളവിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ഒരു പഞ്ചസാരയ്ക്ക് പകരം ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതുപോലെ ഇതിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഓരോന്നും ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നാലേ കറക്റ്റ് പരുവത്തിനും ടേസ്റ്റിലും കിട്ടുള്ളൂ. ഒന്നിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിൽ കിട്ടുകയില്ല. അത് കഴിക്കാനും അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്തെടുക്കും തോറും നമ്മുടെ റവ അത്രത്തോളം നെയ്യിൽ കിടന്ന് വേവുകയും ചെയ്യും. അതുപോലെ നല്ലൊരു മണമൊക്കെ ആയിരിക്കും. ഇപ്പോഴും ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നിട്ടാണ് ഇത് എത്ര സമയമാണോ ചെയ്തെടുക്കുന്നത് ആ ഒരു സമയം വരേക്കും ഈ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ല, കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കാച്ചി വെച്ചിരുന്ന പാല് ഒരു പകുതി ചൂടാകുമ്പോൾ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നന്നായിട്ട് തണുക്കാനും പാടില്ല, എന്നാൽ തിളച്ച പാലും ആവരുത്. ഒരു മീഡിയം ചൂടോടുകൂടി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു 30 സെക്കൻഡെങ്കിലും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ റവ ഒന്ന് കുതിരാനും കുറച്ചൊന്ന് വെന്ത് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കൂടെ പാലൊഴിച്ചു കൊടുക്കാം. സെയിം രീതിയിൽ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി വീണ്ടും ഇളക്കി കൊടുക്കണം. അപ്പോൾ റവ നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പോലെ വെന്തും കിട്ടും. ഈ പശുവിൻ പാലിന് പകരം പാൽപ്പൊടി കലക്കി ഒഴിച്ചു കൊടുക്കാനും പറ്റും. എന്നാലും അതൊന്ന് ചൂടാക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നല്ല പോലെ വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാണാനൊരു ഭംഗിക്കും കടിക്കാൻ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചെറിയും ഈത്തപ്പഴവും എല്ലാം ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഇതും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഷേപ്പിൽ റെഡിയാക്കി എടുക്കണം. നല്ല പോലെ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. ഒരു പകുതി ചൂടാവുമ്പോൾ നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വലിപ്പത്തിലൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ റവ കൊണ്ടുള്ള കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. എത്ര കഴിച്ചാലും മതിയാവുകയില്ല.
ഇതുപോലെ തന്നെ എല്ലാം ബോൾസാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.